ലീഗിന്റെ പഴയ ആ പ്രതാപം കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. 100%. പഴയ പ്രതാപം ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ പറയാണ്. ഇവിടെ എന്താ പറയാ, കുഞ്ഞാപ്പന്റെ എന്തായാലും ജയിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു തർക്കമില്ലാത്ത. അത് കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇതിനു മുമ്പ് ഫോണിൽ നിന്നാണ് കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കയറുന്ന ചെല്ലുന്ന ആൾക്കാർ കുറ്റിപ്പുറത്തോ ഇവിടെ മലപ്പുറത്തും പൊട്ടിക്കും. 10 മാസം കൊണ്ട് എന്ത് വികസനം അവിടെ കൊണ്ടിട്ടുള്ള പീഡനം അഴിമതി. KT ജലീൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അഴിമതിക്കാരൻ എന്നൊരു മുദ്രാവാക്യത്തിന്റെ പേരിൽ ഉണ്ടാവില്ല പറഞ്ഞിട്ട്. ഇങ്ങോട്ട് ഇപ്പൊ എന്താ പറയുന്നത്? BJP-നെ എതിർക്കാൻ പറ്റിയ കോൺഗ്രസ് ഉള്ളൂ. ആ കോൺഗ്രസിന്റെ ഒപ്പം ഞങ്ങളൊന്നും കൂടെ ഉണ്ടാവും. അതിന് ഇവിടുന്ന് എന്തായാലും UDF-ന്റെ സാരഥിയായിട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ പാർലമെന്റിലേക്ക് പോകുന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. വധഭീഷണിയും കാര്യങ്ങളും വന്നത് പിണറായി വിജയനാണ്. അല്ലാതെ കുഞ്ഞാലിക്കുട്ടിക്കും പാണക്കാട് ചെയ്ത ഹൈദരലി ശാപങ്ങൾക്കും ഇവർക്ക് മുസ്ലിം ലീഗിന്റെ ആൾക്കാർക്കല്ല. ഈ വധഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് ഈ BJP-ന്റെ എതിരെ എന്ത് ആക്ഷൻ എടുത്തത്? കൊടിയേരി ബാലകൃഷ്ണനെതിരെ സ്റ്റേജ് സംസാരിക്കുന്ന സമയത്ത് ബോംബെറിഞ്ഞ BJP-ക്കാരാണ്. എവരും ഭരണം നടക്കുന്ന സമയത്ത് അവർക്കെതിരെ എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത് സംസാരിക്കണം. രമേശ് ചെന്നിത്തലിന്റെ പോലീസുകാർ ഇതുവരെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഉമ്മൻചാണ്ടിന്റെ പോലീസുകാർ ഇതുവരെ എന്തെങ്കിലും ചെയ്തു? ഞങ്ങൾക്ക് 2 ദിവസം മതി, അല്ലെങ്കിൽ 3 ദിവസം. യുവ നേതാവാണ് വന്നിട്ടുള്ളത് ഫൈസല്, അതായത് മലപ്പുറം DYFI നേതാവാണ് ഈ കുഞ്ഞാലിക്കുട്ടിക്ക് ഓരോ വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുകയാണ്. 100% ഈ കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായിട്ട് ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പേ ഫൈസൽ എന്നാ വന്ന് നമുക്ക് പറയാനും വേണ്ടിട്ട് ഒരു സ്റ്റേഡിയം ഉള്ള സ്റ്റേഡിയം ആണെങ്കിൽ തുറന്നു കൊടുക്കുന്നില്ല. IPL-ഉം അതേപോലെ CCL-ഉം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു സ്റ്റേഡിയം ഞങ്ങൾക്ക് മലപ്പുറത്ത് വേണം. അതാണ് ഞങ്ങളെ മൊത്തമായിട്ടുള്ള ഇടങ്ങാറായിക്കൊണ്ടിരിക്കുന്ന സംഭവം കുടിവെള്ളം സംഭവം. മുസ്ലിം ലീഗ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, എല്ലാവരും അതിനു വേണ്ടിയിട്ട് അഘോരാത്രം പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മൂർക്കനാട് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇവിടെ ഇപ്പൊ സക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവുമായിരുന്നു. എത്രയും വേഗം തന്നെ മൂർക്കനാട് കുടിവെള്ള പദ്ധതി ഒരു 5 കൊല്ലം കഴിഞ്ഞ ലീഗിന് 5 മന്ത്രി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാർ തൊഴിൽ രഹിതമായിട്ട് നടക്കുകയാണ്. എല്ലാ തവണയുള്ള സംഭവമാണ്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ലീഗുകാർ ചടകുടഞ്ഞ് ഇങ്ങോട്ട് എഴുന്നേക്കും. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെയും വരും ടാറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ ഇലക്ഷന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. എന്റെ സുഹൃത്തിന് ഇപ്പോഴും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഇലക്ഷൻ വന്നാൽ വള്ളം വരും പറയും. വല്ല പൈപ്പൊന്നും തുറന്നു വിട്ടാണ്ട് വള്ളം ഇതുവരെ വന്നിട്ടില്ല. 1,92,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും 2 ലക്ഷം. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാല് പച്ചക്കൊടി പണ്ടേനും ഇപ്പൊ ചോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.